പ്രിയപ്പെട്ട +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ, +1 ഹിസ്റ്ററി പബ്ലിക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. +1 ഹിസ്റ്ററി എക്സാം ടിപ്സ് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഉപകാരപ്പെടുത്തുമല്ലോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ തീമിൽ നിന്നാണ്. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിദ്യയും നാഗരിക ജീവിതവും. ആദ്യത്തെ എസ്സേ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ റൈറ്റിംഗ് ടെക്നിക് ഓഫ് മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയൻ എഴുത്ത് വിദ്യയെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക. ആൻസർ: സിറ്റി ലൈഫ് ബിഗാൻ ഇൻ മെസപ്പൊട്ടേമിയ. Mesopotamia is the land between the Euphrates and the Tigris rivers. It is now a part of the Republic of Iraq. Mesopotamia's writing system and literature spread to the eastern Mediterranean, northern Syria and Turkey after 2000 BCE. The first known language of the land was Sumerian. It was gradually replaced by Akkadian around 2400 BCE. From 1400 BCE, Aramaic was also entered into the country. It was still spoken in some parts of Iraq. ഇപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്. മെസപ്പൊട്ടേമിയൻ എഴുത്ത് വിദ്യയെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക. അപ്പം നമ്മൾ ആൻസർ ഇൻട്രൊഡക്ഷനിൽ നഗരജീവിതം ആരംഭിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. ഇത് ആധുനിക ഇറാഖിൻ്റെ ഭാഗമാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം അറിയപ്പെടുന്നത് അതിൻ്റെ അഭിവൃദ്ധി, നഗരജീവിതം, ബൃഹത്തും സമ്പന്നവുമായ സാഹിത്യം, ഗണിതം, ജ്യോതിശാസ്ത്രം എന്നിവയുടെ പേരിലാണ്. BCE 2000 ശേഷം മെസപ്പൊട്ടേമിയയിലെ എഴുത്ത് സമ്പ്രദായവും സാഹിത്യവും കിഴക്കൻ, ഉത്തര സിറിയ, തുർക്കി എന്നിവിടങ്ങളിലേക്ക് പ്രചരിച്ചിരുന്നു. മെസപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ സുമേറിയനായിരുന്നു. ഏകദേശം 2400 BCയിൽ സുമേറിയൻ ഭാഷയുടെ സ്ഥാനം അക്കാഡിയൻ ഭാഷ കൈയടക്കി. BCE 1400 മുതൽ അരാമൈക് ഭാഷയും രാജ്യത്തിലേക്ക് കടന്നുവന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ വികാസം. All society have languages. When spoken sounds are represented in visible signs, it is called writing or a script. The first Mesopotamian tablets were written around 3200 BCE. It was a pictographic writing. It contained pictures like signs and numbers. These include about 5000 pictures like signs of oxen, fish and bread leaves. എല്ലാ സമൂഹങ്ങൾക്കും ഭാഷകളുണ്ട്. സംസാര ശബ്ദങ്ങളെ ദൃശ്യമായ ചിഹ്നങ്ങളിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് എഴുത്ത് അഥവാ ലിപി എന്ന് പറയുന്നത്. BCE 3200 എഴുതപ്പെട്ട ആദ്യ മെസപ്പൊട്ടേമിയൻ ഫലകങ്ങളിൽ ചിത്രങ്ങളെപ്പോലുള്ള ചിഹ്നങ്ങളും അക്കങ്ങളുമുണ്ട്. കാള, മത്സ്യം, റൊട്ടി തുടങ്ങിയവയുടെ 5000-ഓളം ചിത്രങ്ങളും ഇതിലുണ്ട്. Writing began when society needed to keep records of transactions. Mesopotamians wrote on tablets of clay. A scribe would wet clay and pat it into a
comfortable size to hold in one hand. He would then smoothen its surfaces. With the sharp end of a reed, he would press wedge-shaped or cuneiform signs onto the smoothened surface. It is then dried in the sun. സമൂഹത്തിന് ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിക്കേണ്ടി വന്നപ്പോഴാണ് എഴുത്ത് വിദ്യ ആരംഭിച്ചത്. മെസപ്പൊട്ടേമിയക്കാർ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. എഴുത്തുകാരൻ കളിമണ്ണ് കുഴച്ച് ഒരു കൈയിൽ സുഖകരമായി പിടിക്കാവുന്ന വലുപ്പത്തിൽ ഒരു ഫലകം രൂപപ്പെടുത്തിയെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉപരിതലത്തിൽ ശ്രദ്ധാപൂർവം മിനുക്കിയെടുക്കും. മൂർച്ചയുള്ള ഒരു പ്രത്യേക തരം നാരായം ഉപയോഗിച്ച് ആപ്പിൻ്റെ ആകൃതിയിൽ അഥവാ ക്യൂണിഫോം ആകൃതിയിൽ മിനുസമുള്ള പ്രതലത്തിൽ അക്ഷരചിഹ്നങ്ങളെ പതിപ്പിക്കും. അതിനുശേഷം കളിമൺ ഫലകം വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കും. സൈഡ് ഹെഡിങ് ക്യൂണിഫോം. The term cuneiform is derived from the Latin words cunus and forma. Cunus means wedge and forma means shape. The name cuneiform means wedge-shaped. The cuneiform writing is distinguished by its wedge-shaped marks on clay tablets. By 2600 BCE, the letters became cuneiform and the language was Sumerian. Writing was mainly used for keeping administrative records and royal decrees. ക്യൂനസ്, ഫോമ എന്ന ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. ക്യൂനസ് എന്നാൽ ആപ്പ് എന്നും ഫോമ എന്നാൽ ആകൃതി എന്നുമാണ് അർത്ഥം. ക്യൂണിഫോം അക്ഷരങ്ങൾക്ക് ആപ്പിൻ്റെ ആകൃതിയാണുള്ളത്. BC 2600 അക്ഷരങ്ങൾ ക്യൂണിഫോമും ഭാഷ സുമേറിയനും ആയിത്തീർന്നു. രാജകീയ വിളംബരങ്ങളും ഭരണപരമായ രേഖകളും എഴുതി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എഴുത്ത് വിദ്യ ഉപയോഗിച്ചിരുന്നത്. സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, എഴുത്ത് രീതി. Majority of Mesopotamians could not read and write. There were hundreds of signs to learn. Many of them were very complex. വളരെ കുറച്ച് മെസപ്പൊട്ടേമിയക്കാർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുമായിരുന്നുള്ളൂ. നൂറുകണക്കിന് ചിഹ്നങ്ങൾ പഠിക്കുക എളുപ്പമായിരുന്നില്ല. ഈ ചിഹ്നങ്ങളിലേറെയും വളരെ സങ്കീർണമായിരുന്നു. ദ യൂസസ് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ. റൈറ്റിംഗ് ഹെൽപ്പ് ദ സൊസൈറ്റി ടു കീപ്പ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനുള്ള രേഖകൾ സൂക്ഷിക്കാൻ എഴുത്തുവിദ്യ സഹായിച്ചു. Writing also used to inscribe the laws and for literary works. നിയമങ്ങൾ രേഖപ്പെടുത്താനും സാഹിത്യ രചനകൾ നടത്താനും എഴുത്തുവിദ്യ ഉപയോഗിക്കുന്നു. അടുത്ത എസ്സെ മൂന്നാമത്തെ തീമിൽ നിന്നുള്ളതാണ്. ആൻ എംപയർ അക്രോസ് 3 continents. 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം. ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് എർലി റോമൻ എംപയർ. റോമ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക വികാസത്തെക്കുറിച്ച് സെമിനാർ പേപ്പർ തയ്യാറാക്കുക. ആൻസർ: ദ റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ. ഇറ്റ് കവേർഡ് മോസ്റ്റ് ഓഫ് യൂറോപ്പ്, എ ലാർജ് പാർട്ട് ഓഫ് ദ ഫെർട്ടൈൽ ക്രസൻറ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. റോമൻ എംപയർ ഹാഡ് എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് harbors, mines, quarries, brickyards, olive oil factories, etc. Wheat, wine, and olive oil were traded and consumed in huge quantities. They came mainly from Spain, the Gallic provinces, North Africa, Egypt, and Italy.
റോമൻ സാമ്രാജ്യം വിപുലമായൊരു സാമ്രാജ്യമായിരുന്നു. യൂറോപ്പിൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചിരുന്നു. കൂടാതെ അർദ്ധചന്ദ്ര ഊർവര പ്രദേശം, വടക്കേ ആഫ്രിക്ക എന്നിവയുടെ നല്ലൊരു ഭാഗത്തേക്കും അത് വ്യാപിച്ചു. റോമ സാമ്രാജ്യത്തിൽ തുറമുഖങ്ങൾ, ഖനികൾ, ക്വാറികൾ, ഇഷ്ടികക്കളങ്ങൾ, ഒലിവെണ്ണ നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവ ഗണ്യമായ തോതിൽ നിലനിന്നിരുന്നു. ഗോതമ്പ്, വീഞ്ഞ്, ഒലിവെണ്ണ എന്നിവ വൻതോതിൽ വിൽക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ഈ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വന്നിരുന്നത് സ്പെയിൻ, ഗാലിക് പ്രവിശ്യകൾ, ഉത്തരാഫ്രിക്ക, ഈജിപ്ത്, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. ലിക്വിഡ്സ് ലൈക്ക് വൈൻ ആൻഡ് ഒലിവ് ഓയിൽ വെർ ട്രാൻസ്പോർട്ടഡ് ഇൻ containers called amphora. The fragments of such containers have been found by archaeologists in large numbers. The trade in Spanish olive oil achieved great progress in the empire. It was a vast commercial enterprise that reached its peak in the years of 140-160. വീഞ്ഞും ഒലിവെണ്ണയും പൊക്കമുള്ള ഒരിനം ഭരണികളിലാണ് കൊണ്ടുവന്നിരുന്നത്. ഇത്തരം ഭരണികളുടെ തുണ്ടുകളും കഷ്ണങ്ങളും പുരാവസ്തു ഗവേഷകർ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. റോമ സാമ്രാജ്യത്തിൽ സ്പാനിഷ് ഒലിവെണ്ണ വ്യാപാരം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. 140-160 കാലഘട്ടത്തിൽ ഈ വ്യാപാരം അതിൻ്റെ വളർച്ചയുടെ ഉച്ചഘട്ടത്തിലെത്തിച്ചേർന്നു. The Spanish olive oil was mainly carried in a container called Dressel 20. The remains of Dressel 20 are widely found across sites in Mediterranean. Archaeologists show that Spanish producers captured the markets of olive oil from their Italian counterparts. The success of the Spanish olive groves was repeated by North African producers. They dominated the olive oil market in the 3rd and 4th centuries. ഇക്കാലത്ത് സ്പാനിഷ് ഒലിവെണ്ണ കൊണ്ടുപോയിരുന്നത് ഡ്രസൽ 20 എന്ന ഭരണിയിലാണ്. മെഡിറ്ററേനിയൻ പ്രദേശത്തെ സൈറ്റുകളിൽ നിന്നും അത്തരം ഭരണികൾ വൻതോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്പാനിഷ് ഉൽപ്പാദകർക്ക് അവരുടെ പ്രതിയോഗികളായ ഇറ്റലിക്കാരിൽ നിന്നും ഒലിവെണ്ണയുടെ വിപണികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഒലിവെണ്ണ വിപണിയിൽ സ്പെയിൻകാർ നേടിയ വിജയം പിന്നീട് ഉത്തരാഫ്രിക്കയിലെ ഒലിവെണ്ണ ഉൽപ്പാദകർ ആവർത്തിക്കുകയുണ്ടായി. 3-4 നൂറ്റാണ്ടുകളിൽ ഒലിവെണ്ണ വിപണി കൈയടക്കി വെച്ചിരുന്നത് സാമ്രാജ്യത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഒലീവ് എസ്റ്റേറ്റുകളാണ്. The empire had many fertile regions. They had great reputation for exceptional fertility. According to writers like Strabo and Pliny, Campania, Italy, Sicily, the Fayum, Egypt, Galilee, Byzantium, southern Gaul, and Baetica in southern Spain were the most densely settled and wealthiest parts of the empire. അസാധാരണമായ ഫലഭൂയിഷ്ഠത കൊണ്ട് പ്രസിദ്ധമായ അനേകം പ്രദേശങ്ങൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. കമ്പാനിയ ഇൻ ഇറ്റലി, സിസിലി, ഫയം ഇൻ ഈജിപ്ത്, ഗലീലി, ബൈസാൻഷ്യ, ദക്ഷിണ ഗൗൾ, ബെറ്റിക്ക, ദക്ഷിണ സ്പെയിൻ എന്നിവ സാമ്രാജ്യത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സമ്പന്ന ഭാഗങ്ങളായിരുന്നു എന്ന് സ്ട്രാബോയും പ്ലിനിയും ചൂണ്ടിക്കാണിക്കുന്നു. On the other hand, many regions of Roman Empire were not developed. For example, transhumance was widespread in the countryside of Numidia, modern Algeria. Romans achieved great progress in the field of technology. They developed the milling
technology by using water power. They used hydraulic mining techniques in gold and silver mines. They also developed a well-organized commercial and banking networks. Their use of money was widespread. അതേസമയം റോമ സാമ്രാജ്യത്തിലെ പല പ്രദേശങ്ങളും വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഉദാഹരണത്തിന് ന്യൂമിഡിയയിലെ അൾജീരിയ ഗ്രാമപ്രദേശങ്ങളിലെ ഇടയന്മാർക്ക് അവരുടെ ആടുമാടുകൾക്ക് മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് വർഷം തോറും അലയേണ്ടി വന്നു. റോമാക്കാർ സാങ്കേതിക വിദ്യയുടെ രംഗത്ത് വൻ പുരോഗതി കൈവരിച്ചിരുന്നു. ജലോർജം ഉപയോഗിച്ചുകൊണ്ട് മില്ലുകൾ പ്രവർത്തിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചെടുത്തു. അതുപോലെ സ്പെയിനിലെ സ്വർണ്ണ വെള്ളി ഖനികളിൽ ജലോർജം ഉപയോഗിച്ച് ഖനനം നടത്തുന്ന സാങ്കേതിക വിദ്യയും അവർ വളർത്തി എടുക്കുകയുണ്ടായി. സുസജ്ജമായ വാണിജ്യ ബാങ്കിങ് ശൃംഖലകളും റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു. കൂടാതെ പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗവും നിലനിന്നിരുന്നു.